നമസ്കാരം. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് HDFC എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പ്രോഡക്റ്റ് ആൻഡ് സേവനങ്ങളുണ്ട്. HDFCയിൽ പൊതുവെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഒരുപാട് പൈസ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റേഴ്സിന് HDFC കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്ര റിട്ടേൺ കൊടുത്തു എന്നറിയോ? 83%, 83%. അപ്പോൾ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് അപ്പോൾ 83% റിട്ടേൺ കൊടുക്കുക? 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത 83 ലക്ഷം രൂപ റിട്ടേൺ. ആലോചിക്കുക, അമേസിംഗ് ആയിട്ടുള്ള റിട്ടേൺ അല്ലേ? നിങ്ങൾക്കിപ്പോൾ ആഗ്രഹം ഉണ്ടാവും, എൻ്റെ കയ്യിലും 1000 രൂപയുണ്ട്, 500 രൂപയുണ്ട്, 10,000 രൂപ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും പറ്റും. ഈ പൈസ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ നല്ല റിട്ടേൺ ഉണ്ടാക്കാം. ആ ഒരു ഫണ്ട് നിങ്ങൾ അങ്ങ് 30 വർഷം വരെ ഹോൾഡ് ചെയ്താണ്ടല്ലോ, കോടികളായിട്ട് മാറും. എത്ര? 100 രൂപ ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ അത് 1000, 10,000 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കോടികൾ, 10 കോടി, 100 കോടി, 200 കോടിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും 30 വർഷം കൊണ്ട്. പക്ഷേ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേണിലൂടെയാണ്. ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത വർഷം തന്നെ ഇതിങ്ങനെ ഡബിളായി കാണുമ്പോൾ വിഡ്രോ ചെയ്യാനൊന്നും പാടില്ല. അത് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് 30 ഇയേഴ്സിൽ പൊറിഞ്ചു വെളിയത്ത് രാധാകൃഷ്ണൻ ദമാനി, അജുൻജുൻ വാലയൊക്കെ പോയ പോലെ നമ്മളൊരു 30 വർഷത്തേക്ക് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിട്ട് പോകണം. ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും മറ്റൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പിൻ്റെ. അത് ഡൗൺലോഡ് ചെയ്യുക, KYC ചെയ്യുക. ഇപ്പോൾ തന്നെ 500, 100 രൂപ, 1000 രൂപയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഇനി എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ 9388939394. ഒരു ഹായ് മെസ്സേജ് ഇട്ട് എൻ്റെ എല്ലാ സർവീസസും കിട്ടും. അതിൽ നിങ്ങളുടെ എൻ്റെ ഫോൺ ടു കോൾ സർവീസസ് നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതാണ് ഈ HDFCയുടെ ഈ ഒരു ഫണ്ട് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് HDFCയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. ഈ ഒരു ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ NAV ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 46 രൂപ 78 പൈസയാണ്. ഈ ഒരു ഫണ്ടിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 1607.18 കോടിയാണ്. എക്സ്പെൻസ് റേഷ്യോ 1.24% ആണ്. ഈ ഒരു ഫണ്ട് സെക്ടോറിയൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരു ഫണ്ടാണ്. ഇനി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് താഴോട്ട് പോയിട്ട് നോക്കാം. ഈ ഫണ്ടിന് റിട്ടേൺ കണ്ട ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഒരു വർഷത്തിനിടയിൽ 82.65% റിട്ടേൺ കൊടുത്തു. 6 മാസത്തിൽ പോലും 33%, 3 മാസത്തിൽ 12%, 1 മാസത്തിൽ 2.94%, 3 വർഷമായിട്ട് 39% കൊടുക്കുന്നു. ദെൻ 5 വർഷത്തിൽ നോക്കുമ്പോൾ ഓരോ വർഷം 21%. ഈ ഒരു ഫണ്ട് ജാനുവരി 1, 2013 സ്റ്റാർട്ട് ചെയ്തതാണ്. 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫണ്ടാണ് HDFCയുടെ മ്യൂച്വൽ ഫണ്ട്. HDFC എന്ന് പറയുന്നത് നല്ല മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. ഒരുപാട് ഫണ്ടുകൾ ഇവർക്കുണ്ട്. S&Pയിലും അത് BSE ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിലൊക്കെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ഈ ഒരു ഫണ്ടിൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ പൈസ നഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാവരും ചിന്താഗതി കഴിഞ്ഞ വർഷം 82 കൊടുത്തു, അതിന് മുമ്പത്തെ വർഷം അവർ 0 ഒന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ അതിന് കുറേ കാലം മൊത്തം നഷ്ടമായിരുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2013 ജനുവരി 1 തീയതി മുതൽ ഈ നിമിഷം വരെ ഓരോ വർഷം റിട്ടേൺ കൊടുത്ത് എത്രയാണെന്നോ 13.56%. ബാങ്കിൽ കിട്ടുക കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല. വേറെ എവിടെയും കിട്ടുക കഴിഞ്ഞാൽ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഇനി ഏതെങ്കിലും തേർഡ് പാർട്ടി ഇതുപോലുള്ള സൊസൈറ്റികളിൽ കൊണ്ടിട്ട് പൈസ ഇട്ടാൽ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഇത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. 13.56. ഇതിനേക്കാൾ റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എത്രയോ എണ്ണം ചെയ്തായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞ 82% റിട്ടേൺ ഉണ്ടാക്കി കൊടുത്ത ആ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ അസറ്റ് മാനേജറിനെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം വെറുതെ എനിക്ക് ഉണ്ടായിപ്പോയി. നമുക്ക് താഴേക്ക് പോകാം. താഴേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും മിനിമം ഒരു 100 രൂപയൊക്കെ വെച്ചിട്ട് SIP ആയിട്ടോ ലംസം ആയിട്ടോ അല്ലെങ്കിൽ വീണ്ടും റെക്കറിങ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മിനിമം 100 രൂപ. പിന്നെ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. 1% നിങ്ങൾ ഈ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ കട്ട് ചെയ്യുകയാണെങ്കിൽ 99 രൂപ കിട്ടുള്ളൂ. 1% അവർ എക്സിറ്റ് ലോഡ് ഉണ്ട്. 30 ദിവസം കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡ് പോകും. 30 ദിവസത്തിന് ശേഷമാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ചാർജസ് കാര്യങ്ങളൊന്നും വരില്ല എന്ന് അറിയിക്കുന്നു. താഴോട്ട് പോകുമ്പോൾ 86.88% ഇക്വിറ്റിയിലും 13% അതേഴ്സിലും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ, കൺസ്ട്രക്ഷൻ, ക്യാപിറ്റൽ ഗുഡ്സ്, മെറ്റീരിയൽ, എനർജി എന്നീ മേഖലയോടാണ് പ്രത്യേകം താല്പര്യം. ടിനി ക്യാപ്പിലൊന്നുമില്ല. സ്മോൾ ക്യാപ്പിൽ 22% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ 26 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാർജിലും 15, 20, 30 എന്ന ഗണത്തിൽ എല്ലാത്തിലും ഏകദേശം അലോക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക സെക്ടറിനോട് പ്രത്യേക താല്പര്യമുള്ള ഒരു ഫണ്ട് മാനേജർ അല്ല എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് താഴോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് നോക്കാം. ശ്രീനിവാസൻ രാമമൂർത്തി, താങ്ക് യു മാൻ. ഇദ്ദേഹമാണ് ഈ കമ്പനിയുടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമർ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്, അദ്ദേഹമാണ് ഇതിൻ്റെ ഫണ്ട് മാനേജർ. അത് 24 സ്കീമുകൾ അദ്ദേഹത്തിനുണ്ട്. സോ MBA ആണ്, IIM നിന്ന് കൽക്കട്ടയിൽ നിന്ന് MBA കഴിഞ്ഞ് ഇറങ്ങിയതാണ്. സംഭവം കൊള്ളാം. അതുപോലെ തന്നെ
ഹി ഹാസ് വർക്ക്ഡ് ഇൻ മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ടിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, IDBI ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, IAFL ക്യാപിറ്റൽ ഗുഡ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല റിച്ച് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. നമ്മുടെ മിറേ അസറ്റിൽ HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലും അദ്ദേഹം നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ആ കമ്പനി തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു റിച്ച് എക്സ്പീരിയൻസ് ഉള്ള നല്ല ഫണ്ട് മാനേജർ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫണ്ടാണ് HDFCയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വരും ദിവസങ്ങളിൽ ഭാവിയിൽ നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫണ്ടാണിത്. ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങുക. എന്തെങ്കിലും എൻ്റെ ആ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കോളേജ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരെയും നല്ലൊരു പാഷനേറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആക്കിയിട്ട് മാറ്റുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.